ഹലോ, വെൽക്കം ബാക്ക് ടു പിക്ക് ആൻഡ് മിക്സ്. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി കേരളക്കരയുടെ പ്രിയപ്പെട്ട പലഹാരമായ കലത്തപ്പമാണ്. അത് നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. ഒരുപാട് ആൾക്കാർ കലത്തപ്പം റെഡിയാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അതൊന്ന് ആദ്യം 5-6 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വെള്ളമൊഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശർക്കര പാനി റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ, 4-5 ഏലക്കായ, ഒരൽപ്പം ചെറിയ ജീരകം, അത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തേങ്ങയും ഏലക്കായയും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരൽപ്പം മാത്രം അരി അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരൽപ്പം ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഈ സമയത്ത് നമ്മളുടെ ശർക്കരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മളുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഒരു കുക്കർ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വറവിട്ടെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറവിൻ്റെ മുകളിലേക്കായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറവ് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ വിസിലെടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം 2-3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും ബാക്കി 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കലത്തപ്പം, അതായത് കുക്കറപ്പം എന്നൊക്കെ പറയാം, അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ